അപ്പോൾ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്ത് കണ്ടന്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു കാറ്റഗറി ആപ്ലിക്കേഷൻ യൂട്യൂബ് കൊണ്ടുവരുന്നുണ്ട്. ഇത്രയും പറയുകയാണെങ്കിൽ കാശിന് കൂടുതൽ. ആപ്പിന്റെ പേര് YT ക്രിയേറ്റ് എന്നാണ്. ഇപ്പോൾ ഒരു ബീറ്റ ഫേസിലാണ് വരുന്നത്. ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ, iOS-ലില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം യൂട്യൂബിന്റെ ആ ഒരു ക്രിയേറ്റർ ആപ്ലിക്കേഷൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മുടെ യൂട്യൂബിന്റെ ആ ഒരു മ്യൂസിക്, ഇപ്പോൾ നമ്മൾ ആയിട്ടുള്ള കുറേ മ്യൂസിക് ഷോർട്സിൽ ഇടാമല്ലോ, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് യൂട്യൂബിൽ എഡിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ അങ്ങനത്തെ പരിപാടിയായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണെന്ന് വിചാരിച്ചത്. പക്ഷേ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ കാശിന് കൊള്ളില്ല. എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ആ ഒരു യൂട്യൂബ് ആപ്പിൻ്റെ ആ ഒരു ലോഗോയും ആ ഒരു ഇൻ്റർഫേസൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ലോഗോയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതാണ് ലോഗോ, YT ക്രിയേറ്റ്. കാണാൻ പറ്റില്ല, ഞാൻ കാണിക്കാം. ഇവിടെ ഇപ്പോൾ YT ക്രിയേറ്റ് ക്ലിക്ക് ചെയ്തത് നിങ്ങൾക്ക് ഇങ്ങനൊരു അടിപൊളി ഇൻ്റർഫേസിലാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത് യൂസ് ചെയ്യാനായിട്ട് നെറ്റ് വേണ്ടതാണ്. ഇപ്പോൾ നെറ്റ് ഓൺ ആക്കി ഇടാം. ഇപ്പോൾ നിങ്ങൾക്ക് പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. ആ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഗാലറിയിൽ വരും, എല്ലാ ഫോട്ടോസും കാണാൻ പറ്റും. ഇപ്പോൾ ഗാലറി പോയിട്ട് നമുക്ക് ഇഷ്ടമൊരു ഫോട്ടോ സെലക്ട് ചെയ്ത് നമ്മൾ ഇമ്പോർട്ട് കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ഫോൺ അത്യാവശ്യം സ്ലോ ആണെങ്കിൽ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കണ്ട, നല്ല രീതിയിൽ സ്ലോ ആയിരിക്കും. കാരണം ഇമ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ കൺവേർട്ട് അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്, ആവാൻ തന്നെ നല്ല ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്മാർട്ട് ഫോൺ വീഡിയോ എഡിറ്റേഴ്സിന് അത്യാവശ്യം നല്ല ആപ്ലിക്കേഷൻ പറയുന്നത് ഇപ്പം VN, CapCut അതൊക്കെ അത്യാവശ്യം ബെസ്റ്റാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിത് നോക്കാം. എന്നിട്ട് ബാക്കി നിങ്ങൾ തന്നെ പറയും ഈ കമൻറ്റിൽ. ഇമ്പോർട്ട് ആയി കഴിഞ്ഞാൽ ഇതായിരിക്കും നിങ്ങളുടെ ഇൻ്റർഫേസ്. ഓക്കെ, ഇൻ്റർഫേസ് നമുക്ക് ഏകദേശം VN-ൻ്റെ ഒക്കെ പോലെ ഒരു എഫക്റ്റ് തോന്നുന്നുണ്ടെങ്കിലും VN അല്ല, അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റില്ല. പിന്നെ ഈ ഒരു വീഡിയോ എഡിറ്ററിൻ്റെ മെയിൻ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോണിലെ ഗാലറി ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു ഗാലറിയിലെ സെയിം ട്രിം ഓപ്ഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ, വീഡിയോ കുറച്ചൊക്കെ കട്ട് ചെയ്യുക വീണ്ടും കയറ്റുക, അങ്ങനത്തെ സെറ്റപ്പ് ആ ഒരു സെയിം സാധനമാണ് ഇവിടെ. ഓക്കെ, ഒരേ ലെയറിൽ അല്ലെങ്കിൽ ഒരേ ആ ഒരു ടൈം ലൈനിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഫിൽറ്റർ നോക്കുവാണെങ്കിൽ കുറേ ഫിൽറ്റേഴ്സ് കാണാൻ പറ്റും. എഫക്ട്സ്, നമ്മൾ ഇൻ്റർനെറ്റിൽ കാണുന്ന എഫക്ട്സ് ഒക്കെ, അതായത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ആ ഒരു എഫക്ട്സ് ഒക്കെ നിങ്ങൾക്ക് കാണാം. ഒരു തെർമൽ വിഷനും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ അങ്ങനെ കുറേ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഈ പേപ്പറിൻ്റെ ആ ഒരു കീറുന്ന പരിപാടിയും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ എഫക്ട്സ് അത്യാവശ്യം എഫക്ട്സ് ഉണ്ടെങ്കിലും പിന്നെ നിങ്ങൾക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ വോളിയം ഉണ്ട്, ഓഡിയോ ക്ലീനപ്പ് ഉണ്ട്. പിന്നെ അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ എടുത്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ആനിമേഷൻസ് ഒക്കെ കാണാൻ പറ്റും. അങ്ങനെ കുറേ പരിപാടികൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നാണ് പറയാനുള്ളത്. ഓക്കെ, പിന്നെ ബേസിക് ആയിട്ടുള്ള റൊട്ടേറ്റ്, റീപ്ലേസ്, റീഅറേഞ്ച്, ഡിലീറ്റ്, ഡ്യൂപ്ലിക്കേറ്റ് എന്ന ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ എഡിറ്റിംഗ് സെക്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഓവർലേ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ടെക്സ്റ്റ്, സ്റ്റിക്കേഴ്സ് ഒക്കെ ആഡ് ചെയ്യാം. സ്റ്റിക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഗിഫാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഗിഫ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ട്രോൾ വീഡിയോസ് ഒക്കെ പെട്ടെന്ന് ചെയ്യാനായിട്ട് ബെസ്റ്റ് ആയിരിക്കും ഇതെന്ന് എനിക്ക് തോന്നുന്നു. കുറേ ക്വാളിറ്റി ഇല്ലാത്ത ഗിഫ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇമോജി, അതും അനങ്ങുന്ന ഇമോജീസ് ഒക്കെ നമുക്ക് കാണാം. അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്, ഫങ്ഷനാലിറ്റീസ് ആണ് ഇത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ബീറ്റ് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഓഡിയോ സെറ്റപ്പ് ഞാൻ വിചാരിച്ച് ഈ ഒരു നമുക്ക് ഷോർട്സിൽ നമുക്ക് സെപ്പറേറ്റ് പാട്ട് ആഡ് ചെയ്യാൻ പറ്റും. അതായത് അടിപൊളിയായിട്ടുള്ള ഹിറ്റായിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്സ് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ആ ഒരു മാർക്കറ്റിംഗ് സംഭവം. പക്ഷേ ആ ഒരു സാധനം നിങ്ങൾക്ക് ഈ ഒരു സൗണ്ടിൽ ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ടുള്ള, അതുപോലെ ആ ഒരു ഇൻ്റർനെറ്റ് ഓൺ ആക്കിയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു മ്യൂസിക് ലൈബ്രറിയിൽ അങ്ങനത്തെ പാട്ടുകളൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. മെയിനായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് യൂട്യൂബിൻ്റെ ഓഡിയോ ലൈബ്രറി എന്ന് പറയുന്ന സംഭവമുണ്ട്. അതിനകത്ത് ബേസിക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതുപോലെ തന്നെ കാറ്റഗറി വൈസുള്ള മ്യൂസിക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ആപ്പ് പോലത്തെ കുറേയധികം ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇൻഷോട്ട് പോലത്തെ ആപ്ലിക്കേഷൻ ഉള്ള അതേ ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു എനിക്കിത്. കാരണം നിങ്ങൾക്ക് ടൈറ്റിൽ എഫക്ട്സ് ഒക്കെ നിങ്ങൾക്ക് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. കുറേയധികം ടൈറ്റിൽ എഫക്ട്സ് ഉണ്ട്. എഫക്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സാധനം, ഇതുപോലത്തെ കുറേ പച്ച, മഞ്ഞ, ചുമല ആ ഒരു ടൈപ്പ് സാധനങ്ങളൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു പ്രൊഫഷണൽ ഷോട്ട് എന്താ പറയുക എഡിറ്റേഴ്സ് ആണ് നിങ്ങളെങ്കിൽ ഈ ഒരു ആപ്പ് തിരിഞ്ഞ് നോക്കണ്ട, നിങ്ങൾക്ക് പറ്റിയൊരു ആപ്ലിക്കേഷൻ അല്ല. നിങ്ങൾ യൂസ് ചെയ്യുന്ന VN എഡിറ്ററോ അതൊക്കെ തന്നെയായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഇപ്പോൾ യൂട്യൂബ് ആ ഒരു വീഡിയോ എഡിറ്റിംഗ് സെഗ്മെൻറ്റിലേക്ക് കടക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. പക്ഷേ ഇത് എല്ലാ ഫോണിലും സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നില്ല. ഇതൊരു Redmi Note 11 ആണ്. ഓക്കെ, ഇതിനകത്ത് ഈ ഒരു സാധനം ഇമ്പോർട്ട് ചെയ്യാം. ഒരു 3 മിനിറ്റുള്ള ഈ ഒരു വീഡിയോ ഇമ്പോർട്ട് ചെയ്യാൻ തന്നെ അത്യാവശ്യം 10-12 മിനിറ്റ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കുറച്ച് ഹൈബ്രിഡ് ആണ്, അതായത് കുറച്ച് ഫങ്ഷനാലിറ്റീസൊക്കെ ഇൻ്റർനെറ്റ് വേണം, അതുപോലെ കുറച്ചൊക്കെ ഇൻ്റർനെറ്റ് വേണ്ട, അങ്ങനത്തെ സെറ്റപ്പാണ്. ഡയറക്റ്റ് ഷോർട്സിൽ അപ്ലോഡ് ചെയ്യുന്ന പരിപാടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പം ഒരു ഗൂഗിളിൻ്റെ ആ ഒരു സംഭവമാണ് മെയിനായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് താഴെ ഷെയർ ചെയ്യുന്നത് അടിപൊളിയായിരിക്കും. ഇത് അടിപൊളിയാണോ അല്ലയോ, അതോ എനിക്ക് തെറ്റ് പറ്റിയതാണോ എന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്ത് അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നോക്കുക, അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയുക. പിന്നെ മെയിനായിട്ടും iOS 17 ഇപ്പോൾ ലോഞ്ച് ചെയ്ത കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ iOS 17 പറ്റിയുള്ള ഒരു തോട്ട്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ടും പഴയ ഐഫോൺസിലൊക്കെ ഈ iOS 17 എങ്ങനെ ഉണ്ടായിരിക്കും, അപ്പോൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ ആണിത്. ഈ ഒരു വീഡിയോ കണ്ടു നോക്കാം. ഓക്കെ, ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും താഴെ കമൻറ്റ് ചെയ്യുന്നത് ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ.